എനിക്കിങ്ങനെ 2 ദിവസം നോക്കുള്ളപ്പോൾ വൺ ഡേ ട്രിപ്പൊക്കെ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. And yet you're tattered all over my brain. You're like perfection, feel the connection. I want this so bad, go now. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഒരു ഓഫായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 ഓഫൊക്കെ ഒരുമിച്ച് കിട്ടണേ. ഒരുമിച്ച് ഓഫ് എപ്പോഴും, പക്ഷേ 2 ഓഫ് ഒരുമിച്ച് കിട്ടണേ കുറച്ച് നാൾ ശേഷം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ എവിടെയെങ്കിലും പോകാം. ഞങ്ങൾ രണ്ടുപേരും നൈറ്റാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ദിവസമൊക്കെയാണ് ഓഫ് കിട്ടണമെങ്കിൽ നമുക്ക് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉച്ചയ്ക്കാവും. പിന്നെ നമുക്ക് ആ ഒരു ദിവസം വൈകുന്നേരമൊക്കെ എവിടെയെങ്കിലും പോകാം എന്നല്ലാതെ ഫുൾ ഡേ എങ്ങും പോകാനുള്ളൊരു ഓപ്ഷനില്ല. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ കുറേ നാൾക്ക് ശേഷം അടുപ്പിച്ച് 2 ദിവസം ഓഫ് കിട്ടിയപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് എവിടെ പോകും എന്ന്. വേറെ ആരും ഇല്ലായിരുന്നു, അവരും തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് ഇങ്ങനെ ചിന്തിച്ചത്. അങ്ങനെ അർജുൻ ഡെർവൻ വാട്ടർ കണ്ടുപിടിച്ചു. അത് ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ്. ഞങ്ങൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ഇതിനു മുന്നേ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. പക്ഷേ ഇനിയും ഇപ്പോൾ പോയാലും ഇനിയും പോകാൻ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ബാക്കിയുണ്ട്, ഒരുപാട് കാണാനുണ്ട്. നല്ല രസമാണ് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോകാൻ. ലേക്ക് ഡിസ്ട്രിക്റ്റിലോട്ട് ലേക്കിലോട്ടല്ല, ലേക്കിൽ നിന്ന് ഇപ്പം നമ്മൾ പോണ ഡെർവൻ വാട്ടറിലോട്ട് നമുക്കൊരു 2 hours ഡ്രൈവ് ഉണ്ട്. നല്ല ക്ലൈമറ്റ് അല്ല, ഒരു മഴയും ഒക്കെ കൂടിയ ക്ലൈമറ്റാണ്. മഴ ഉള്ളപ്പം അങ്ങനെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷേ ഭയങ്കര കാറ്റും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ പിന്നെ എവിടെ പോയാലും അങ്ങനെയാണ്. എവിടെ പോകാൻ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു മഴയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, തണുപ്പ്. ലാസ്റ്റ് ലണ്ടനിൽ പോയപ്പോഴും അതെ, ഭയങ്കര തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം അടുത്തെത്താറായി. ഇനി കുറച്ചും കൂടെ ഉള്ളു പോകാൻ. പിന്നെ ഞങ്ങൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും ശരിക്കും ഞങ്ങൾ ഈ റോഡിലെത്തിയപ്പോഴത്തേക്കും ലൊക്കേഷൻ നിന്ന്, പക്ഷേ ഞങ്ങൾ താഴത്തോട്ട് നോക്കിയപ്പോൾ കണ്ട് അവിടെ സ്റ്റെപ്പുണ്ട് താഴത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോൾ പാർക്കിങ്ങിൻ്റെ ബോർഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് കയറ്റി വണ്ടി പാർക്ക് ചെയ്തിട്ട് താഴത്തോട്ട് നടക്കുവാണ്. താഴെ ആ റോഡിൻ്റെ അവിടെ സ്റ്റെപ്പുണ്ട് താഴത്തോട്ട് ഇറങ്ങാൻ. സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം. ഇത്രയും ദിവസം എൻ്റെ ശരിക്കും ഇങ്ങനെ 2 ദിവസം നോക്കുള്ളപ്പോൾ വൺ ഡേ ട്രിപ്പൊക്കെ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എനിക്ക് ഈ സ്ഥലത്ത് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്കിവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടപ്പം എനിക്ക് ശരിക്കും നാട്ടിൽ ബീച്ചിൽ പോയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഭയങ്കര സമാധാനം. ചിലപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കും, വീക്കെൻഡ് ആണെങ്കിൽ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്.
നമുക്കറിയില്ല. പക്ഷേ ഞങ്ങൾ വന്നത് വീക്ക് ഡേയ്സിലാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. 1-2 ആൾക്കാർ, കപ്പിൾസോ അല്ലെങ്കിൽ ഫാമിലി പിള്ളേരൊക്കെ ആയിട്ട് 1-2 ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ള ആൾക്കാർ നടക്കാൻ വരുന്നുണ്ട്. എന്നാലും ഒരു സൈലൻ്റ് ആയിരുന്നു അവിടെ. പിന്നെ നല്ല വേവ്സ് ഉണ്ടായിരുന്നു. കാറ്റുള്ളതുകൊണ്ടാണ് ഇത്രയും വേവ്സ് ഉണ്ടായേ. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ബീച്ചിലും ആണെങ്കിൽ പോയാലും വേവ്സ് ഉണ്ടാവില്ല. വേവ്സ് വന്ന ഇവർക്ക് ടൈഡിനൊക്കെ ഒരു സമയമൊക്കെ ഉണ്ട്. ആ സമയത്ത് മാത്രമാണ് വേവ്സൊക്കെ കാണാറുള്ളൂ. അല്ലെങ്കിൽ കടലങ്ങ് ഇറങ്ങി അറ്റത്ത് പോയി നിൽക്കണമായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നത് ലേക്സാന്ന് തോന്നുന്നത്, ഇത് ബീച്ചും അല്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചെറിയ കാറ്റുള്ളൂ, മഴ മാറി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി ഉള്ളിലോട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ച്, അങ്ങനെ അവിടെ ആൾക്കാർ അങ്ങോട്ട് നടക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടൊക്കെ നടന്നു. ഈ വെള്ളമൊക്കെ പോണ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ഇത്രയും നാൾ പോയതിൽ ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ വരുന്നത് ശരിക്കും നല്ല രസമാണ്. നമുക്ക് ഫുൾ ടൈം ശരിക്കും 4 days വർക്കാണ്. പക്ഷേ 4 days നൈറ്റ് ആയതുകൊണ്ടിട്ട് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ പോകും. അപ്പോൾ 5 ദിവസം പോയി. പിന്നെ 6-7, പക്ഷേ അത് 6-7 അടുപ്പിച്ച് കിട്ടണം. ആ 2 ദിവസം അടുപ്പിച്ച് കിട്ടണമൊന്നുമില്ല. ചിലപ്പോൾ ഇടയിലൊക്കെ ഷിഫ്റ്റ് ഇട്ടിട്ട് ഒരു ദിവസമൊക്കെ ഓഫ് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും നൈറ്റും കൂടെ ആകുമ്പം ഉറങ്ങി തീർക്കാനുള്ള ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പോകാനുള്ള ദിവസത്തേക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കുക, അതൊക്കെ ചെയ്യാനുള്ള നേരം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ 2 ദിവസം ഓഫ് കിട്ടിയപ്പോഴത്തേക്കും ഇങ്ങനെ ഇത്ര വലിയ ദൂരമല്ല, 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ഓടിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ഡർബൻ വാട്ടറിൽ മാത്രം പോയുള്ളൂ. നമ്മൾ ഏകദേശം അവിടെ തന്നെ ഒരു 2-3 hours സ്പെൻഡ് ചെയ്തു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.